ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ എഡ്വിൻ. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 7 മണിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിചാരിച്ച ഒരു മോർണിംഗ് വ്ളോഗ് വീഡിയോസൊക്കെ ചെയ്യാമെന്ന്. കുറച്ച് നാളായിട്ട് നമ്മുടെ ചാനൽ വീഡിയോസ് ഒന്നും ഇല്ലായിരിക്കുമായിരുന്നു. ഇന്ന് എന്നോടൊപ്പം എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയുണ്ട്. ഫ്രണ്ട് ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ ഫ്രണ്ട് എബൻ വിൽസൺ എന്നാണ്. ഗുജറാത്തിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അവധിക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ ഗുജറാത്തിലുള്ള ചെറിയൊരു യൂട്യൂബറും കൂടിയാണ്. അപ്പോൾ ഗുജറാത്തിലുള്ള ചെറിയ വ്ളോഗും മോർണിംഗ് വ്ളോഗ് വീഡിയോസും ഇംഗ്ലീഷൊക്കെ ഉള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്കും ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോസ് പോയി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യും. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ഇല്ലായിരിക്കുമായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ആപ്ലിക്കേഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇരുന്നായിരുന്നു. പക്ഷേ നല്ല ആപ്ലിക്കേഷൻസ് ഒന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ആപ്ലിക്കേഷൻസ് ഒക്കെ അറിയാമെങ്കിൽ ആ ആപ്ലിക്കേഷൻ്റെയൊക്കെ പേര് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്മാർട്ട് ഫോണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഈ സ്ഥലത്ത് വെച്ച് തന്നെ നേരത്തെ ഒരു Q&A വീഡിയോസ് ഒക്കെ ചെയ്ത് എന്തായാലും നിങ്ങൾ നല്ല സപ്പോർട്ടായിരുന്നു ആ ഒരു Q&A വീഡിയോയ്ക്ക്. എന്തായാലും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇവിടെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഒരു ഷെയർ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്താൽ മാത്രം പോരാന്നറിയാലോ, ഫ്രണ്ടോടൊക്കെ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ പറയുക. കാരണം നിങ്ങളുടെയൊക്കെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുമ്പോട്ട് ഗ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ കൂട്ടുകാരൊക്കെ ചോദിച്ചായിരുന്നു PUBG ലൈറ്റിൻ്റെ വീഡിയോസൊക്കെ എന്താണ് ചെയ്യാത്തതെന്ന്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. എൻ്റെ കൂട്ടുകാരൻ ഈ PUBG ലൈറ്റിൻ്റെ ഒരു അക്കൗണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ തന്നായിരുന്നു. അപ്പോൾ എന്താ അതിലുള്ള അത് VPN ഉപയോഗിച്ച് അത് ഫ്രണ്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അത് ഇൻസ്റ്റാൾ ചെയ്തു. PUBG ഇൻസ്റ്റാൾ ചെയ്തിട്ട് VPN വെച്ച് തന്നെയാണ് ഞാൻ കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. കളിച്ചപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്തായാലും അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇനിയും വരും ദിവസങ്ങളിൽ ഞാൻ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. എൻ്റെ അക്കൗണ്ടിലും ഞാൻ ഇടയ്ക്ക് ഒന്ന് കയറിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് എക്സിറ്റ് ആയിപ്പോയി. പിന്നെ ആ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലാണ് PUBG ലൈറ്റ് ഞാൻ കളിക്കുന്നത്. അത്യാവശ്യം നല്ല ഔട്ട്ഫിറ്റൊക്കെ ഉള്ള ഒരു അക്കൗണ്ടാണ്. എന്തായാലും ഫ്രീ ആയിട്ട് തന്നതിലും എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അടുത്തതായി ഞാൻ ഈ മൈക്ക് വെച്ചുള്ള ഒരു വീഡിയോസാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൈക്ക് ഞാൻ കണക്ട് ചെയ്യുന്നത്. ഇടയ്ക്ക് ഒന്ന് കണക്ട് ചെയ്തായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു. എന്തായാലും മൈക്ക് വെച്ചുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും നമ്മുടെ ചാനലിൽ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ എൻ്റെ മൈക്ക് ഞാൻ ഇവിടെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. മൈക്ക് ഒന്ന് മൈക്ക് ഇവിടെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ ഞാൻ ഇവിടെ മൈക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതായത് ഇവിടെ ക്ലിപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ എന്തായാലും മൈക്ക് ഇവിടെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുമായിരിക്കും നോയിസ് ക്യാൻസലേഷൻ എത്ര ഉണ്ടെന്നും. എന്തായാലും ഇതേപോലെ ഈ മൈക്ക് വെച്ചുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. എന്തായാലും 1K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ നല്ലൊരു മൈക്ക് മേടിക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല മൈക്ക് സജഷൻ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകണം. പിന്നെ ഈ മൈക്കിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും ചെറിയ വീഡിയോസൊക്കെ എന്തായാലും ഈ ഒരു മൈക്ക് ഉപയോഗിച്ച് എന്തായാലും വരും ദിവസങ്ങളിൽ എടുക്കുന്നതായിരിക്കും. എൻ്റെ കൂട്ടുകാരും പോകുന്നിടം വരെ ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇവിടെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷിലൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ കുറച്ച് ഗാഡ്ജറ്റ്സ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോസൊക്കെ എടുക്കുവാനായിട്ട്. അതെല്ലാം നിങ്ങളെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞ ഒരു ട്രൈപോഡാണ്. ഇത് ചെറിയ ഒരു ട്രൈപോഡാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞ വലിയ ഹൈറ്റ് കൂടിയ ട്രൈപോഡാണ്. ആമസോൺ ബേസിസിൻ്റെയാണ്. ആ ട്രൈപോഡ് ഇവിടെ ഫ്രണ്ട് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, പിന്നെ ഒരു മൈക്കും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ബാറ്ററി കണക്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല, സാധാരണ ഒരു മൈക്കാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ചിങ് വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു 100-200 രൂപയും കണ്ട പ്രൈസ് റേഞ്ചിങ് വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൈക്കാണ്. ഞാൻ എന്തായാലും ഒരു തവണ ഇത് ഉപയോഗിച്ച് നോക്കിയായിരുന്നു. എന്തായാലും ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ലൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇത് ഓൺലൈനിൽ ഇതിൻ്റെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഇതിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് എന്തായാലും ബഡ്ജറ്റിൽ ഒരു മൈക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മൈക്ക് മേടിക്കാൻ ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ട്രൈപോഡിൻ്റെ ഹൈറ്റ് ഒക്കെ ഇത് ചെറിയൊരു ട്രൈപോഡാണ്. അതായത് മൊബൈൽ ഗിയർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ട്രൈപോഡാണ് ഇത്. എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ചെറിയ വ്യൂസൊക്കെ വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇത് നമുക്ക് പല രീതിയിലുള്ള മൂവ്മെന്റ്സ് നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇതിപ്പോൾ ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, പിന്നെ ബബിൾ ലെവലൊക്കെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. എന്തായാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് ഒരു ആംഗിൾ നമുക്ക് പൊസിഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഫ്രണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫ്രണ്ട് ട്രൈപോഡ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് ആ ട്രൈപോഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ട്രൈപോഡാണ്. എൻ്റെ ഈ ട്രൈപോഡിനെക്കാട്ടിലും ഈ ട്രൈപോഡ് കുറച്ച് ഹൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പം നല്ല ഈ ഒരു ഫോൺ ഏതാ? ഈ ഫോൺ എന്ന് പറയുന്നത് M31 എന്ന് പറയുന്ന ഒരു ഫോൺ. അത്യാവശ്യം നല്ല ഇത് നോക്കുന്ന
4 ക്യാമറാസൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റും ക്വാളിറ്റിയും ഒക്കെ ലഭിക്കുന്നുണ്ട്. കമ്പയർ ടു ദിസ് ട്രൈപോഡ് ഇത് ഹൈറ്റ് വളരെ കുറവാണ്. എന്തായാലും അത്യാവശ്യം ചെറിയ ആക്ഷൻ ക്യാമറാസൊക്കെ ഇതിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ആക്ഷൻ ക്യാമറാസ് ക്ലിപ്പ് ചെയ്യുന്ന ഒരു ഹോൾഡറും ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല. അത് വെച്ച് നമുക്ക് GoPro പോലെയുള്ള ആക്ഷൻ ക്യാമറാസ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇത് 2 ട്രൈപോഡിലും ബബിൾ ലെവലിൽ ലഭിക്കുന്നത്, അതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു ആംഗിളിൽ നമുക്ക് വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഇതിലേക്ക് ഞാൻ എൻ്റെ ഒരു ഫോൺ കണക്ട് ചെയ്യാൻ പോകുന്നത്. കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഈ ഒരു ഫോൺ ഇതിന് മുകളിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം താഴെ ഒരു സ്ക്രൂ പോലെ ഒരു അതുണ്ട്, അത് വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ അത് ഫിക്സ് ആവുന്നതായിരിക്കും. ഓക്കെ, അത് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലെവൽ നമുക്ക് മുകളിലേക്ക് പോക്കാം. അതിനായിട്ട് ഞാൻ ഈ സ്ക്രൂ ഞാൻ ഇവിടെ ലൂസ് ആക്കിയിട്ടുണ്ട്. അത് മുകളിലേക്ക് അത് ഞാൻ ഹൈറ്റ് ഇൻക്രീസ് കൂട്ടിയിട്ടുണ്ട്. ഞാൻ ആ സ്ക്രൂ ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തായി നമുക്ക് ആമസോൺ ബേസിൻ്റെ ട്രൈപോഡാണ്. അതിലേക്ക് ഞാൻ ഈ ഫോൺ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഡിസ്പ്ലേ എല്ലാം പൊട്ടിയതാണ്. ഈ ഫോൺ അത്യാവശ്യം വീഡിയോസൊക്കെ ഞാൻ കൂട്ടുകാരൻ്റെ ഫോണാണ് ഈ ഒരു ഫോൺ. ഞാൻ ഇടയ്ക്കൊക്കെ ഇതിലൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. ഓക്കെ, ഇത് കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇതിലേക്ക് സ്മാർട്ട് ഫോൺ ഈ ഹോൾഡർ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ഇതിലാണ് സ്ക്രൂ വെച്ച് കണക്ട് ചെയ്യണം. ഇതിലാണ് സ്ക്രൂ വെച്ച് കണക്ട് ചെയ്യേണ്ടത്. എന്തായാലും വളരെ പെട്ടെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് മെറ്റലാണ്, ഇതെന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് പോലെയാണ്. എന്തായാലും ഉപയോഗിക്കാൻ നല്ല സ്മൂത്ത്നെസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഹൈറ്റ് എന്തായാലും മുകളിലേക്ക് നമുക്ക് ഫുള്ള് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഇവിടെ ഈ 3 പാൻ മൂവ്മെൻറ്റ് നമുക്ക് താഴേക്ക് പാൻ ചെയ്താൽ മതി. ഞാൻ എന്തായാലും എല്ലാവരും താഴോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ട് ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട്. എന്തായാലും ഊരിപ്പോകുന്നൊന്നുമില്ല. എന്തായാലും അടുത്ത ഞാൻ ഈ 3 മൂവ്മെൻറ്റ്സും നമ്മൾ താഴേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അത് നമ്മൾ ഫിക്സ് ചെയ്തു. ഓക്കെ, അടുത്ത ഈ ഒരു ഭാഗത്തുള്ള ഒരു 3 പാന് നമ്മൾ താഴേക്ക് ഇപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രൈപോഡ് ഇവിടെ ഫിക്സ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. ഈ കുറച്ചുകൂടെ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തെ കുറച്ച് മുകളിലേക്ക് ഉയർത്താൻ സാധിക്കും. ഇതിന് ഏതോ ഒരു ഭാഗത്തെ ലൂസായിട്ടാണ്, എല്ലാം കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ താഴോട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് താഴോട്ട് പോകും. ഞാൻ എന്തായാലും ഇത് മുകളിലേക്ക് നോക്കി ഈ സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈറ്റിൽ നമുക്ക് വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഈ ട്രൈപോഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആമസോൺ ബേസിൻ്റെ ട്രൈപോഡാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ട്രൈപോഡ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അടുത്ത ഈ ഒരു മൊബൈൽ ഗിയർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ട്രൈപോഡ് ഞാൻ എന്തായാലും ഇത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ പോകുകയാണ്. ഒരുപാട് ഹൈറ്റ് ഒന്നും നമുക്ക് ലഭിക്കുകയില്ല. ആക്ഷൻ ക്യാമറാസൊക്കെ ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് ഞാൻ താഴോട്ട് കൊണ്ടുവരികയാണ്. ഒരുപാട് ഹൈറ്റിൽ നമുക്ക് ലഭിക്കുന്നില്ല. ചെറിയ ക്യാമറാസൊക്കെ നമുക്ക് ടേബിളിൽ വെച്ചൊക്കെ നമുക്ക് വീഡിയോസൊക്കെ ഇത് വെച്ച് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. പേഴ്സണൽ വീഡിയോസ് എടുക്കാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ട്രൈപോഡാണ്. ഇത് ബഡ്ജറ്റിലുള്ള ഒരു ട്രൈപോഡാണ്. ഈ ട്രൈപോഡിൻ്റെ പ്രൈസ് റേഞ്ചിങ് വരുന്നത്, ഈ ട്രൈപോഡ് ഒരു 600 സംതിങ് റേഞ്ചിലാണ് ഈ ട്രൈപോഡ് വരുന്നത്. ഈ ട്രൈപോഡ് എന്ന് പറയുന്നത് ഒരു 400 സംതിങ് ആണെന്ന് തോന്നുന്നു. ആമസോണിലുണ്ട് മൊബൈൽ ഗിയർ എന്ന് പറയുന്നത്. ഞാൻ രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഹൈറ്റ് ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതിൻ്റെ പകുതി അതിൻ്റെ ഒരു 3/4 അത്രയേ ഉള്ളൂ ഈ ഒരു ട്രൈപോഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ട്രൈപോഡ് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട്. കുറച്ചുകൂടി പൈസ ഉണ്ടെങ്കിൽ ഈ ട്രൈപോഡ് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. ഇതിന് മുകളിലുള്ള വലിയ ട്രൈപോഡൊക്കെ ഉണ്ട്. എന്തായാലും 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി കഴിയുമ്പോൾ ഇതിലും നല്ല ഹൈറ്റ് കൂടിയ ഒരു ട്രൈപോഡ് മേടിക്കുകയാണെന്ന് പ്രതീക്ഷയുണ്ട്, മേടിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇതിലുള്ള സെൽഫി സ്റ്റിക്കാണ്. ഈ ഒരു സെൽഫി സ്റ്റിക്ക് എന്ന് പറയുന്നത് എൻ്റെ തന്നെയാണ്. നമ്മുടെ ചാനൽ ഒരു 200 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ ഞാൻ പേഴ്സണൽ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പിന്നെ ഞാനിത് ഒരുപാടൊന്നും ഉപയോഗിച്ചിട്ടില്ല, 1-2 തവണ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഈ ഒരു സെൽഫി സ്റ്റിക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു സെൽഫി സ്റ്റിക്കാണ്. മേടിച്ചിട്ടൊരു 1 വർഷം ആയി കാണും. 100 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് നാളായി. അപ്പോൾ എന്തായാലും 1K സബ്സ്ക്രൈബേഴ്സിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്തായാലും ഈ വീഡിയോ നിങ്ങൾ വാട്സപ്പ് വഴി ഫേസ്ബുക്ക് വഴിയും എല്ലാത്തിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ സെൽഫി സ്റ്റിക്കിൻ്റെ ഹൈറ്റ് ഒരു ലെന്ത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇത്ര ലെന്ത് നമുക്ക് ഈ ഒരു സെൽഫി സ്റ്റിക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ സഹായിക്കുന്ന ഒരു സെൽഫി സ്റ്റിക്കാണ്. ഇതിൽ നമുക്ക് ഈ ഒരു ഇതേപോലെ നമുക്ക് നമ്മുടെ ആംഗിൾ അനുസരിച്ച് നമുക്ക് സെൽഫി സ്റ്റിക്ക് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സെൽഫി സ്റ്റിക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സെൽഫി സ്റ്റിക്ക് പർച്ചേസ് ചെയ്യുക. സ്വന്തമായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഫ്രണ്ട്സുമായിട്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ നമുക്ക് ഈ ഒരു സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സെൽഫി സ്റ്റിക്ക് താഴോട്ട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇപ്പോൾ മൈക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം ഈ ഒരു സൗണ്ടിന് ക്വാളിറ്റി ഉണ്ട് എന്നും. അപ്പോൾ നിങ്ങൾക്ക് ഈ മൈക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. കാരണം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ മൈക്ക് ഉപയോഗിച്ചുള്ള ഒരു വീഡിയോസ് ചെയ്യുന്നത്. കുറച്ച് സൗണ്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം മൈക്ക് അടുത്ത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഫോണിലാണെങ്കിൽ കുറച്ച് ദൂരമായിട്ടാണ് ഫോൺ മാറ്റി വെച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സൗണ്ടിൻ്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാകും.
എന്തായാലും ഈ ഒരു മൈക്ക് വെച്ചുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ഷൂട്ട് ഔട്ട് എല്ലാം കഴിഞ്ഞാൽ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടെ എടുത്ത വീഡിയോസ് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പ്ലേ ചെയ്യുന്നതാണ്. എന്തായാലും ആദ്യമായിട്ടാണ് രാവിലെ 7 മണിക്ക് വന്ന ഒരു വീഡിയോസൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും സമയം കിട്ടുമ്പോഴൊക്കെ. പിന്നെ ഇവിടെ നിന്നപ്പോൾ ഇവിടെ കുറച്ച് വേറെ ഇതുപോലത്തെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇത് ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്, ചുമ്മാ ഇരുന്നോട്ടെ. ഇനിയും വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റുമാണ് അടുത്ത നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനവും ശക്തി. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ബൈ. യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെസ്റ്റ് എക്സ്പീരിയൻസ്.